നമ്മൾ എത്ര പോഷകഗുണമുള്ള ഭക്ഷണം കഴിച്ചാലും അത് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ചെയ്യില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അത് വിഷമായി മാറുകയും ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ അല്പം പേടി തോന്നാം. പക്ഷേ നമ്മുടെ ദഹനവ്യവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഗട്ട് ശരിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള മില്യണുകണക്കിന് ആളുകൾ അനുഭവിക്കുന്ന വിട്ടുമാറാത്ത തളർച്ച, സന്ധിവേദന, ചർമ്മരോഗങ്ങൾ, എന്നിനാൽ വിഷാദരോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ വരെ തുടങ്ങുന്നത് നമ്മുടെ വയറിനുള്ളിലെ ആ അതിലോലമായ പാളികളിൽ നിന്നാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളെ വളർത്തുകയാണോ അതോ സാവധാനം നശിപ്പിക്കുകയാണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കുടലിലെ ആ അദൃശ്യ ലോകമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ വെച്ച് ചവയ്ക്കുമ്പോൾ തന്നെ ദഹനം തുടങ്ങുന്നുണ്ടല്ലോ. പക്ഷേ അവിടെ നിന്ന് ആമാശയത്തിലെത്തുമ്പോൾ കഥ മാറുകയാണ്. അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് വെറുതെ ഭക്ഷണം അലിയിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഭക്ഷണത്തിലൂടെ എത്തുന്ന അനാവശ്യ ബാക്ടീരിയകളെ കൊല്ലുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഭക്ഷണം ചെറുകുടലിലേക്ക് എത്തുമ്പോഴാണ് യഥാർത്ഥ മാജിക് നടക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഗട്ട് മൈക്രോബയോം എന്ന അതിശയിപ്പിക്കുന്ന ലോകം. 2012 അമേരിക്കയിൽ നടന്ന ഹ്യൂമൻ മൈക്രോബയോം പ്രോജക്റ്റ് എന്ന വിവിഷ്ടമായ പഠനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ പഠനം കണ്ടെത്തിയത് നമ്മുടെ ശരീരത്തിലുള്ള ആകെ കോശങ്ങളുടെ അത്രയും എണ്ണം ബാക്ടീരിയകൾ നമ്മുടെ കുടലിലുണ്ടെന്നാണ്. ഇത് വെറും ബാക്ടീരിയകളല്ല, നമ്മുടെ ഹോർമോണുകളെയും പ്രതിരോധ സംവിധാനത്തെയും നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യ അവയവം തന്നെയാണിത്. ഈ ബാക്ടീരിയകൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിക്കുന്ന നാരുകളെ ഫെർമെന്റ് ചെയ്ത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ അല്ലെങ്കിൽ SCFA നിർമ്മിക്കുക എന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്യൂട്ടിറേറ്റ്. ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കുടലിൻ്റെ ഉൾപാളിയിലുള്ള കോശങ്ങൾക്ക് ഊർജം നൽകുന്ന പ്രധാന ഇന്ധനം ഈ ബ്യൂട്ടിറേറ്റ് ആണെന്നാണ്. ഈ ഇന്ധനം കുറയുമ്പോൾ കുടലിൻ്റെ ഭിത്തികൾ ദുർബലമാവുകയും ലീക്കി ഗട്ട് എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതായത് കുടലിൻ്റെ ഭിത്തിയിലുള്ള ടൈറ്റ് ജംഗ്ഷനുകൾ അല്ലെങ്കിൽ ആ കോശങ്ങൾക്കിടയിലുള്ള പശ പോലുള്ള സീലുകൾ അയഞ്ഞു പോകുന്നു. ഇതോടെ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടങ്ങളും ബാക്ടീരിയൽ ടോക്സിനുകളും അതായത് LPS നേരിട്ട് രക്തത്തിൽ കടക്കുന്നു. ഇത് ശരീരത്തിൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കമുണ്ടാക്കുന്നു. നമുക്ക് 2 ഉദാഹരണങ്ങൾ നോക്കാം. വിനോദ് എന്നൊരു വ്യക്തി, 35 വയസ്സ്, വർഷങ്ങളായി IT മേഖലയിൽ ജോലി ചെയ്യുന്നു. കടുത്ത സ്ട്രെസ്സും പുറത്തുനിന്നുള്ള ഭക്ഷണവുമായിരുന്നു വിനോദിൻ്റെ രീതി. പെട്ടെന്നാണ് വിനോദിന് ശരീരത്തിൽ പലയിടത്തും ചൊറിച്ചിലും സന്ധിവേദനയും അനുഭവപ്പെടാൻ തുടങ്ങിയത്. പല മരുന്നുകൾ കഴിച്ചിട്ടും മാറ്റമില്ല. ഒടുവിൽ നടത്തിയ പരിശോധനയിലാണ് വിനോദിന് ലീക്കി ഗട്ട് ആണെന്ന് കണ്ടെത്തിയത്. വിനോദ് കഴിച്ചിരുന്ന അമിത പഞ്ചസാരയും റിഫൈൻഡ് ഓയിലുകളും കുടലിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചീത്ത ബാക്ടീരിയകളെ വളർത്തുകയും ചെയ്തു. മറ്റൊരു ഉദാഹരണം സുനിതയുടേതാണ്. വിട്ടുമാറാത്ത ഗ്യാസും വയർ വീർക്കുന്നതും കാരണം അവർക്കൊരു പരിപാടിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരാരോഗ്യകരമെന്ന് കരുതി ധാരാളം പച്ചക്കറികൾ പെട്ടെന്ന് കഴിച്ചു തുടങ്ങിയത് പ്രശ്നം വഷളാക്കി. കാരണം അവരുടെ കുടലിലെ മൈക്രോബയോം അത്രയും ഫൈബർ കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായിരുന്നില്ല. ഈ 2 കേസിലും നമ്മൾ ചെയ്തത് 4R പ്രോട്ടോക്കോൾ എന്ന ശാസ്ത്രീയ രീതിയാണ്. ആദ്യമായി ദോഷകരമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കി. മൈദ, പഞ്ചസാര, സംസ്കരിത മാംസം, ട്രാൻസ് ഫാറ്റ് എന്നിവ പൂർണ്ണമായി മാറ്റി നിർത്തി. രണ്ടാമതായി ദഹനത്തിനാവശ്യമായ എൻസൈമുകളെ നൽകി. മൂന്നാമതായി കുടലിലെ നല്ല ബാക്ടീരിയകളെ വീണ്ടും എത്തിച്ചു. നാലാമതായി കുടലിൻ്റെ ഭിത്തിയെ റിപ്പയർ ചെയ്തു. ഇതിനായി L-ഗ്ലൂട്ടമിൻ എന്ന അമിനോ ആസിഡ് നൽകി. 2018 അമേരിക്കൻ ജേണൽ ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത് കുടലിലെ കോശങ്ങളെ വേഗത്തിൽ പുതുക്കാനാവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടീൻ ഘടകമാണ് L-ഗ്ലൂട്ടമീൻ എന്നാണ്. വിനോദിൻ്റെ കാര്യത്തിൽ സിങ്ക് കാർനോസിൻ എന്ന സപ്ലിമെൻറ്റും ഉപയോഗിച്ചു. ഇത് ടൈറ്റ് ജംഗ്ഷനുകളെ വീണ്ടും സീൽ ചെയ്യാൻ സഹായിച്ചു. 6 മാസം കൊണ്ട് വിനോദിൻ്റെ സന്ധിവേദനയും സുനിതയുടെ ഗ്യാസ് പ്രശ്നവും പൂർണ്ണമായും മാറി. നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുടെ ഒരു ലിസ്റ്റ് ഞാൻ പറയാം. പലപ്പോഴും ഹെൽത്തി എന്ന് ലേബൽ ചെയ്തിട്ടുള്ള പല പാക്കറ്റ് ഭക്ഷണങ്ങളും കുടലിന് വില്ലനാണ്. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, പ്രത്യേകിച്ചും സുക്രലോസ് പോലുള്ളവ കുടലിലെ മൈക്രോബയോം വൈവിധ്യം പകുതിയോളമായി കുറയ്ക്കുമെന്ന് സെൽ ജേണലിലെ പഠനങ്ങൾ കാണിക്കുന്നു. അതുപോലെ തന്നെ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നതും ലഘുഭക്ഷണങ്ങൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നതും കുടലിന് ക്ലീനിംഗ് പ്രക്രിയ നടത്താൻ സമയം നൽകാത്ത അവസ്ഥയുണ്ടാക്കുന്നു. നമ്മുടെ കുടലിന് മൈഗ്രേറ്റിംഗ് മോട്ടോർ കോംപ്ലക്സ് എന്നൊരു സംവിധാനമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ കുടൽ സ്വയം ക്ലീൻ ചെയ്യുന്ന രീതിയാണിത്. ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കുന്നത് ഈ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കേണ്ടത്? ദിവസവും 8-10 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് പ്രധാനമാണ്. പക്ഷേ ഭക്ഷണത്തിനിടയിൽ വെള്ളം കുടിക്കുന്നത് ആമാശയത്തിലെ ആസിഡിനെ നേർപ്പിക്കുമെന്നതിനാൽ അത് ഒഴിവാക്കണം. പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. മുട്ട, മീൻ, കോഴിയിറച്ചി എന്നിവയിൽ നിന്നുള്ള അമിനോ ആസിഡുകൾ കുടലിൻ്റെ റിപ്പയറിങ്ങിന് വേണം.
നാരുകളടങ്ങിയ പച്ചക്കറികൾ കഴിക്കുമ്പോൾ അവ നന്നായി വേവിച്ച് കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കും. തൈര്, മോര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സുകൾ കുടലിലെ നല്ല ബാക്ടീരിയകളെ വർദ്ധിപ്പിക്കും. അതുപോലെ മഞ്ഞൾ, ഇഞ്ചി എന്നിവയ്ക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള വലിയ കഴിവുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ഗട്ട് ബ്രെയിൻ ആക്സസ് ആണ്. നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ കുടലിലെ ബാക്ടീരിയകളുടെ ഘടന തന്നെ മാറുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ ഈ ബാക്ടീരിയകൾ സെറട്ടോണിൻ, അതായത് സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ 90% സെറട്ടോണിനും നിർമ്മിക്കപ്പെടുന്നത് വയറ്റിലാണെന്നറിയുമ്പോൾ അതിശയം തോന്നുന്നില്ലേ? അതുകൊണ്ട് നല്ല ഉറക്കവും മാനസികമായ ശാന്തിയും വയറിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വയർ ഒരു ദിവസം കൊണ്ട് മോശമായതല്ല. വർഷങ്ങളായുള്ള തെറ്റായ ഭക്ഷണരീതിയും ജീവിതശൈലിയുമാണ് അതിന് കാരണം. അതുകൊണ്ട് അത് മാറാനും സമയമെടുക്കും. 7 ദിവസത്തെ ഡ്യൂസ് ഡീറ്റോക്സ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു അത്ഭുത മരുന്നുകൊണ്ടോ ഇത് പൂർണ്ണമായും മാറില്ല. പക്ഷേ 3 മുതൽ 6 മാസം വരെ കൃത്യമായൊരു പ്ലാൻ പിന്തുടർന്നാൽ നിങ്ങളുടെ ശരീരം അത്ഭുതമായി പ്രതികരിക്കും. നിങ്ങൾ കഴിക്കുന്ന ഓരോ കഷ്ണം ഭക്ഷണവും ഒന്നുകിൽ ഒരു രോഗത്തിനുള്ള മരുന്നായിരിക്കും, അല്ലെങ്കിൽ ആ രോഗത്തിലേക്കുള്ള ഇന്ധനമായിരിക്കും. അതേതാകണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഈ വിവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വയറിന്റെ ആരോഗ്യം ശ്രദ്ധിച്ചാൽ അത് നിങ്ങളുടെ ആയുസ്സും ഊർജവും വർദ്ധിപ്പിക്കും. ഇതുപോലുള്ള ശാസ്ത്രീയമായ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ആരോഗ്യയാത്രയിൽ നിങ്ങൾക്കും പങ്കാളിയാകാം. ഓരോ ആഴ്ചയും ഇതുപോലുള്ള ഡീറ്റെയിൽഡ് വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മുടെ വയർ നന്നായാൽ നമ്മുടെ ജീവിതവും നന്നാവും. അടുത്ത വീഡിയോയിൽ കൂടുതൽ അറിവുകളുമായി കാണാം. നന്ദി.